ബഹ്റൈനിലേക്ക് പോവുകയാണ്. ബിജോഷ് മാത്യു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബിജോഷ്, നമസ്കാരം. ബിജോഷ് ഇപ്പോൾ ഉള്ളത് ബഹ്റൈനിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിലവിൽ ബഹ്റൈനിലെ സാഹചര്യം? ബഹ്റിനില് ഇപ്പം ഞങ്ങൾക്ക് മിനിഞ്ഞാന്ന് തൊട്ടേ അലേർട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് മീൻസ് സിവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഓഫീസിൽ ഓൾറെഡി വീട്ടിൽ തന്നെ വരുന്ന ഓൺലൈൻ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ സ്കൂളിലെല്ലാം ഓൾറെഡി ഇപ്പൊ അവധിക്ക് ഓൾറെഡി കൊടുത്തു. പിന്നെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഇന്നാണ് ഇപ്പം വലിയൊരു ഇഷ്യൂലേക്ക് പോയത്. അതെ, അവിടെയുള്ള ഇപ്പൊ ഖത്തറിലെ അവിടെ നിന്ന് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആ, നിർദ്ദേശങ്ങൾ ഭരണകൂടത്തിന്റെ ഇല്ല, ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നുണ്ടോ? ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് അലേർട്ട് തരുന്നുണ്ട്. ഓൾറെഡി ഒരു എല്ലായിടത്തും ഇപ്പൊ ഇവിടെ സൽമാനിയ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പോലീസ് ഫോർട്ട്, സൽമാനിയ പോലീസ് ഫോർട്ട്, ജുഫൈർ, തുബ്ലി എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം അലാറം എല്ലാം നല്ല രീതിയിൽ അടിച്ചു. അതുപോലെ തന്നെ ആപ്പ് വഴി നമുക്ക് അലാറം മെസ്സേജ് തരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യോമപാത അടച്ചു എന്നിപ്പം അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് പൊതുവിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം, വെറുതെ അനാവശ്യമായിട്ട് ഇറങ്ങരുത് എന്നുള്ള മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക്. എന്നാൽ നിലവിൽ പരിഭ്രാന്തരാകണ്ടെന്നും പറഞ്ഞു. അതെ, നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? കാരണം എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അലേർട്ട് തരുന്നുണ്ട്. പിന്നെ എല്ലാം നോർമലായിട്ട് തന്നെയാണ് പോകുന്നത്. ശരി, വളരെയധികം നന്ദി ബിജോഷ് ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. ബിജോഷ് മാത്യുവാണ് ബഹ്റൈനിൽ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ 24 പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നിലവിൽ ബഹ്റൈനിൽ അത്തരത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. എന്നാൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ അതത് സമയത്ത് അവിടെയുള്ള പ്രവാസികൾക്ക് ഉൾപ്പെടെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.